ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് വെച്ച് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളും ആ കൂട്ടത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 48 സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ എന്നുള്ള ഒരു പോർഷനാണ്. അപ്പം സർക്കിളിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആർക്കുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മൾ 2 പോയിൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ സർക്കിളിനെ നമുക്ക് 2 സെഗ്മെൻറ്റ്സ് ആക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വായിച്ച് നോക്കി അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് പേജ് നമ്പർ 51 ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ. Any two points on a circle splits the circle into 2 arcs. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിനകത്ത് ഇവിടെ 2 പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ? ഇവിടെയും 2 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്കുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് ഈ പോയിൻറ്റുകളുടെ 2 അടുത്ത സൈഡിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് അടുത്തൊരു ആർക്കാണ് അല്ലേ? അപ്പോൾ 2 ഡിഫറെൻറ്റ് ആർക്സ്, 2 ആർക്കുകളാണ് ഈ സർക്കിളിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്, ഓറഞ്ച് കളറിൽ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, ഇത് 2 ആർക്കുകളാണ്, 2 പോയിൻറ്റ്സ്. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്നതാണ് ആർക്കുകൾ. അതിനൊരു സെൻട്രൽ ആംഗിൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ആർക്കിൻ്റെ ഈ റെഡ് പോർഷനിൽ കാണുന്നതിൻ്റെ സെൻട്രൽ ആംഗിളാണിത്. ഈ ബ്ലൂ പോർഷനിൽ കാണുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്. ഈ ഓറഞ്ച് കളറിലുള്ളതിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഇനി നമുക്ക് താഴെ എഴുതിയിരിക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈച്ച് ഓഫ് ദീസ് ആർക്സ് മേ ബി കോൾഡ് ദ ആൾട്ടർനേറ്റ് ആർക്ക് ഓഫ് ദ അതർ. ഇപ്പം നമ്മൾ ഈ ആർക്കാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കുക. ഇപ്പം നമ്മൾ ഈ ആർക്കാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പോൾ ഈ ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആർക്കിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കായിരിക്കും ഏത്? ഇത്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ആർക്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കാണ് ഏത്? ഈ താഴെ കാണുന്നത്. അപ്പോൾ ഓരോന്നും എടുക്കുമ്പം അതിൻ്റെ അതർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഈച്ച് ഓഫ് ദീസ് ആർക്സ് മേ ബി ദ ആൾട്ടർനേറ്റ് ആർക്ക് ഓഫ് ദ അതർ. ഓരോ ആർക്കും മറ്റേ ആർക്കിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എനി പോയിൻറ്റ് ഓൺ ദ സർക്കിൾ ഈസ് എയ്തർ ഓൺ വൺ ഓഫ് ദീസ് ആർക്സ് ഓർ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്. അപ്പോൾ സർക്കിളിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ഒന്നുകിൽ അത് ആ ആർക്കിലെ പോയിൻ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിലെ പോയിൻ്റ് ആയിരിക്കും. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ദ ആർക്ക് ടു എ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ ക്യാൻ ബി സ്റ്റേറ്റഡ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ദ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ടു എനി പോയിൻറ്റ് ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്. എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ദ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദ എൻഡ് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ടു എനി പോയിൻറ്റ് ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സെൻറ്റർ. ഇനി നമ്മൾ ഗ്രീൻ കളറുള്ള ആർക്ക് എടുത്തു. നമ്മളിത് പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ഇത് ഗ്രീൻ കളർ, ദ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക്. ഇതാണ് എൻഡ്സ്, ഇതാണ് എൻഡ്. എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ടു എനി പോയിൻറ്റ് ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക്. ഇതാദ്യം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിളുണ്ട്. ഓക്കെ, ഇനി ഈ ആംഗിളിൽ നിന്ന് തന്നെ ഓൾട്ടർനേറ്റ്, ഈ ഗ്രീൻ കളറുള്ള ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ ഓറഞ്ച് കളറുള്ളത് എല്ലാം. അപ്പോൾ അതിൻ്റെ എങ്ങോട്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒരു ആർക്ക് വരച്ചെന്നാൽ ടു എനി പോയിൻറ്റ് ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്. ഇപ്പം ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ C° എന്നാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ എത്രയായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, 1/2 ഇൻറ്റു C°. അതായത് ഇതിൻ്റെ പകുതിയായിരിക്കും വരുന്നത്. അതിവിടെ മാത്രമല്ല, ഈ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഇപ്പം ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക.
അപ്പം ഇങ്ങനെ വരുന്നെങ്കിൽ ഈ ആംഗിൾ ഈ സിയുടെ ഹാഫ് ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിൾ, അതായത് ഒരു ആർക്ക് കൺസിഡർ ചെയ്യുക. ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഇനി ഈ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ ഒരു ആംഗിൾ വരച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും വരുന്നത്. അതാണ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ഇത് തന്നെ ഈ റിസൾട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്കിത് മറ്റൊരു രീതിയിലും കൂടെ നമുക്കിത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത പേജിലുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പേജ് നമ്പർ 48. നമുക്ക് പേജ് നമ്പർ 49 പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പം പറഞ്ഞ കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് ഗ്രീൻ കളറിലുള്ള ആർക്ക്, ഇത് ഓറഞ്ച് കളറിലുള്ള ആർക്ക്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ഏതൊരു ആംഗിളിനും ഇവിടുത്തേൻ്റെ ഹാഫ് ആയിരിക്കും വരുന്നത്. ഇനി ഇതുപോലെ തന്നിട്ട് നമ്മളോട് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിൻ്റെ ട്വൈസ് എടുത്താൽ മതി, ഇരട്ടി എടുത്താൽ മതി കേട്ടോ. ഇനി ഈ രണ്ടാമത്തെ സെക്കൻഡ് ഫിഗർ ഇവിടുത്തെ ഒന്ന് നോക്കിയേ. ഇതിനകത്ത് എന്താ പ്രത്യേകത? ഇതിനകത്ത് സെൻട്രൽ ആംഗിൾ തന്നിരിക്കുന്നത് ഏതിൻ്റെയാ? ഈ ഓറഞ്ച് കളറുള്ള ആ ഒരു അതായത് ഗ്രീൻ കളറുള്ള ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഓറഞ്ച് കളറുള്ള ആർക്ക്, അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഗ്രീൻ കളറുള്ളത്. ഓക്കെ, എനിവേ ഈ ഇത്രയും പോർഷൻ്റെ, അതായത് ഇത്രയും ഇതിൻ്റെ സെൻട്രൽ ആംഗിളാണ് 260 ഡിഗ്രി തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പിക്ചറിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോർഷൻ്റെ സെൻട്രൽ ആംഗിൾ 260 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക്, ഇപ്പം ടീച്ചറി വരച്ചിരിക്കുന്ന ഈ പോർഷൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് വരേണ്ടത് ഇവിടെയാണ് അല്ലേ? അപ്പോൾ അവിടെ വരാവുന്ന ഇതുപോലെ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഇങ്ങനെ ആംഗിൾ വന്നാൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. അപ്പം ഈ 260യുടെ ഹാഫാണ് 130. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അത് ഇവിടെ 130 വരും. ക്ലിയർ ആയോ? അതായത് ജസ്റ്റ് അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് 100 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് മറ്റൊരു ആർക്ക് ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ഹാഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 260 ഡിഗ്രി, ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ്റെ സെൻട്രൽ ആംഗിളാണ് 260 തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, 2 points on a circle divide the circle into 2 arcs. The angle made by joining these points to any point on one of the arcs are all equal. അപ്പം ഇതേപോലെ കണ്ടോ, നമ്മൾ ഇതേപോലെ വരയ്ക്കുന്നതെല്ലാം 130 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടുന്ന് ടീച്ചർ ഇങ്ങനെ ഒരെണ്ണം വരച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും അതും എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആണെങ്കിലോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? അത് 50 ഡിഗ്രി തന്നെയായിരിക്കും. What's the relation between the angles made by joining these points on one arc and its alternate arc? അടുത്തത്, ഇനി നമ്മളോട് അടുത്ത റിലേഷൻ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞല്ലേ, ഇവിടെ നമ്മൾക്ക് ഇപ്പം ഈ രണ്ട് പിക്ചേഴ്സും കൂടെ, ഇപ്പം നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ഇതും ഇനി ഇവിടുന്ന് ഇതേപോലെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരു ആംഗിളും കൂടെ വരച്ചു. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇത് നോക്കിയേ, നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇത് 260 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കുകയല്ലേ? കാരണം ഒരു പോയിൻറ്റിന് ചുറ്റും 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 260 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് 360യിൽ നിന്ന് 260 കുറച്ചാൽ നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ആൾട്ടർനേറ്റ് ആർക്കിലേക്ക് ഉണ്ടായിരിക്കുന്ന ആംഗിളാണിത്. അപ്പോൾ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഉണ്ടാകുന്ന ആംഗിൾസിൽ നമ്മൾക്ക് ഇപ്പം ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആംഗിളും കൂട്ടുമ്പം എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് 50 ഡിഗ്രിയാണ്, ഇത് 130 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി വരും. അല്ലെങ്കിൽ ഈ 50യും ഈ 130യും കൂട്ടുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് അവിടെ എപ്പോഴും ഓൾവേസ് അങ്ങനെയാണോ? ഓൾവേസ് അതെല്ലാം 180 ആണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ടീച്ചർ ആദ്യം പറഞ്ഞേക്കാം, അത് ഓൾവേസ് അത് 180 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം പേജ് നമ്പർ 49 കഴിഞ്ഞ് പേജ് നമ്പർ 50 വന്നു കഴിയുമ്പോഴും അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇവിടെ പറയുന്നുണ്ട്, ഇപ്പം ഇത് സി ആണെങ്കിൽ ഇത് 1/2 സി ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ 180 മൈനസ് ഹാഫ് സി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇപ്പം
ഇവിടെ വരുന്നത് എത്രയാണ്? ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇത് 1/2 ഇൻറ്റു സി ഡിഗ്രിയാണ് വരുന്നത്. ഇനി ഇതും കൂടി ഒന്ന് കൂട്ടി നോക്കിയേ, ഇതും കൂടെ, അതായത് 180 മൈനസ് 1/2 സി ഡിഗ്രി അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ആഡ് ചെയ്യണം, 1/2 ഇൻറ്റു സി ഡിഗ്രി. അപ്പോൾ മൈനസും പ്ലസും, അതായത് ഇത് തമ്മിൽ ക്യാൻസലായി പോവും. സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വരും. എന്ന് വെച്ചെന്നാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിളൂടെ കൂടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതാണ് ദ സം ഓഫ് ദ ആംഗിൾസ് മെയ്ഡ് ബൈ 2 points on a circle at a point on one of the arcs and the alternate arc is 180 degree. This can put in another way, a chord joining 2 points on a circle splits the entire circular region into 2 parts. ഇത് കണ്ടോ, ഇപ്പോൾ ഈ പിക്ചറിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഡ് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കോഡ് വരച്ച് കഴിഞ്ഞപ്പം ഈ സർക്കിളിനെ 2 സെഗ്മെൻറ്റുകളാക്കി. ഇത് ഒന്നാമത്തെ സെഗ്മെൻറ്റ്, ഇത് രണ്ടാമത്തെ സെഗ്മെൻറ്റ്സ് കണ്ടോ. Such parts of a circle are called segments of the circle. Of the 2 segments onto which a chord cuts a circle, each may be called alternate segment of the other. നമ്മൾ ആർക്ക് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ സെഗ്മെൻറ്റ്, ഇപ്പോൾ രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആണ് ഒന്നാമത്തെ സെഗ്മെൻറ്റ്, ഒന്നാമത്തതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആണ് രണ്ടാമത്തെ സെഗ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഒരു സെഗ്മെൻറ്റിനകത്ത് വരുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലെ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് അതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾക്ക് വരച്ച് അളന്നൊക്കെ നോക്കാവുന്നതാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദീസ് ഓൾ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ താഴോട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്, അങ്ങനെ നമ്മൾ എത്ര എണ്ണം വരച്ചാലും അതെല്ലാം എന്തായിരിക്കും? ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണെന്നാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് പേജ് നമ്പർ 51 പോകാം. അപ്പോൾ അതാണ് ഇവിടെ പേജ് നമ്പർ 51 ഇൻ എ സർക്കിൾ ദ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ദ സം ഓഫ് ദി ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അപ്പം ഇത് കണ്ടോ, ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള ആംഗിളാണ് ഇത്, ഈ സെഗ്മെൻറ്റിലുള്ള ആംഗിളാണ് ഇത്. ഇതിൻ്റെ ഈ ബ്ലൂ കളറിലെ ആംഗിൾസിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ഓൾവേസ് 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു സെയിം സെഗ്മെൻറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് ദ 2 ആർക്സ് ഇൻറ്റു വിച്ച് 2 points ഡിവൈഡ് എ സർക്കിൾ ആൻഡ് ദ ആംഗിൾസ് ഇൻ ദ സെഗ്മെൻറ്റ്സ് ഇൻറ്റു which the chord joining these points divide the circular region are shown in the figure below. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഇത് 360 മൈനസ് സി ആയിരിക്കും അല്ലേ. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാനായിട്ട് 360 കുറച്ചാൽ മതി. പിന്നെ ഇത് സി ആണെങ്കിൽ ഇത് 1/2 സി ആയിരിക്കും. ഇനി ഇത് 1/2 സി ആണെന്ന് അറിയാമെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്നാ ചെയ്താൽ മതി? 180 നിന്ന് ഇത് കുറച്ചാൽ മതി. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അപ്പം അതുകൂടെ കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പം പേജ് നമ്പർ 51 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഓൾ 3 pictures below, O is the center of the circle and ABC are points on the circle. In each, calculate all the angles of triangle ABC and OBC. ഓക്കെ, എല്ലാത്തിനകത്തും എന്താണ്? O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. സർക്കിളിൻ്റെ സെൻറ്ററാണ് O എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഒ ബി സി. അപ്പോൾ നമുക്ക് ഓരോന്നിനും നമുക്ക് എന്താക്കാം? പേര് കൊടുക്കാം. ഇപ്പോൾ ഇതിന് എ അല്ലെങ്കിൽ ഫിഗർ 1, ഇത് ഫിഗർ 1, ഇത് ഫിഗർ 2, ഇത് ഫിഗർ 3. അപ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് അത് ക്ലിക്കാവും, പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ചിലർക്ക് ചിലപ്പം കുറച്ച് സമയം എടുക്കും, ചിലർക്ക് അത് എഴുതി കാൽക്കുലേറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ചിട്ട് എന്താണ്,
നമ്മൾ ജസ്റ്റ് ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേങ്കിൽ എപ്പോഴും ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളോട് പറയും ജസ്റ്റ് ചെറുതാണെങ്കിലും ഓരോന്നും എഴുതി പോകുന്നതാണ് നല്ലതെന്ന്. അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എഴുതി പോകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ കാണുമ്പം പിക്ചറിലേക്ക് ഓരോന്നും എഴുതാനായിട്ടൊക്കെ തോന്നും. പക്ഷേ അതങ്ങനെ എഴുതുന്നതിനേക്കാളും അങ്ങനെ എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷേ അത് താഴോട്ട് ആംഗിൾസിൻ്റെ പേരൊക്കെ എഴുതി ഓരോന്നും എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫിഗറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫിഗർ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പം ഇത് കണ്ടോ, ഇത് 20 ഡിഗ്രിയും ഇത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ മനസ്സിലേക്ക് ഓടി വരണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇപ്പം ഇത് 20 ഡിഗ്രി ഉണ്ട്, ഇത് 30 ഡിഗ്രി ഉണ്ട്. വേറെ നമുക്കിപ്പോൾ ഒന്നും തന്നിട്ടില്ല. ഇത് 20യും 30യും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. കാരണം അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, 180യിൽ നിന്ന് നമുക്ക് ഇത് രണ്ട് കൂട്ടിയിട്ട് കുറച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ ആക്കാനുള്ള ഒരു പരിപാടി നമുക്ക് നോക്കാം. കാരണം ഇത് സർക്കിളിൻ്റെ സെൻറ്റർ ആകുമ്പം ഈ OB എന്ന് പറഞ്ഞ ഒരു റേഡിയസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഈ Oയിൽ നിന്ന് Aയിലേക്ക് നമ്മൾ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കവിടെ ഒരു ഇപ്പോൾ Oയിൽ നിന്ന് Aയിലേക്ക് വരച്ചാൽ നമുക്ക് അവിടെ ഒരു റേഡിയസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ റേഡിയസ് രണ്ടും അതായത് റേഡിയസുകൾ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതും സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ആയിട്ട് വരുമ്പം ഈ AOB എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഈക്വൽ സൈഡ്സ് വരുന്നതിൻ്റെ താഴെ വരുന്ന ബേസ് ആംഗിൾസും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 20 ഡിഗ്രി വരിക എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഡിഗ്രി വരും, 20 ഡിഗ്രി വരും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ട്രയാങ്കിളിനകത്തും കൺസിഡർ ചെയ്യാമല്ലോ. ട്രയാങ്കിൾ AOC എടുത്തു കഴിഞ്ഞാലും ഇത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് രണ്ടും ഈക്വലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 30 വന്നാൽ ഇത് എത്രയായിരിക്കും, ഇതും 30 ഡിഗ്രി വരും. ഇപ്പോൾ ക്ലിയർ ആയോ? ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പം ഇവിടെ ആംഗിൾ എയുടെ ഇവിടെ ഫുള്ളായിട്ടും എത്ര വരും, 30 + 20 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര വരും, അതായത് നമുക്ക് ഈ BC എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സെഗ്മെൻറ്റിൽ ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന സെൻട്രൽ ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ കണ്ടല്ലോ. അപ്പോൾ ഈ ആംഗിൾ 50 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കുകയല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി വരും, ഇത് 100 ഡിഗ്രി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് 100 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെയും റേഡിയസ് ആണ് OBയും OCയും. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിളാണ്. ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ 100 ഡിഗ്രി ഓൾറെഡി ഇവിടെ വന്നു, മിച്ചം എത്രയുണ്ട്, 80 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ട് വരുമ്പോൾ അത് എത്ര വീതം വരണം, അപ്പം 40 ഡിഗ്രി ആയിട്ട് വരണം. ഇപ്പം നോക്കിയേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ABCക്കകത്ത് എല്ലാ ആംഗിൾസിൻ്റെ അളവ് കിട്ടി. അതുപോലെ തന്നെ ചെറിയ ട്രയാങ്കിളിനകത്ത് എല്ലാ ആംഗിൾസിൻ്റെ അളവ് നമുക്ക് കിട്ടി. ഇത് മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്? അപ്പോൾ ടീച്ചർ ഇത് എഴുതുന്ന കൂട്ടത്തിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഇപ്പം ഇങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ ആൻസർ. ജസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രം ഒന്നുകൂടെ കാണിച്ചു തരാം. ഫിഗർ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഇപ്പോൾ നമ്മളതടുത്ത് എഴുതി വെക്കുകയാണ്. ജോയിൻ OA ജോയിൻ ചെയ്തു അല്ലേ. OA നമ്മൾ ആദ്യം ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടി, OA = OB = OC എന്ന് കിട്ടി. അതെന്താണത്, റേഡിയസ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്, റേഡിയസ് ഓഫ് സെയിം സർക്കിളിൻ്റെ റേഡിയസുകൾ ഓൾവേസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലായി, ഈ ട്രയാങ്കിളുകളെല്ലാം ഐസോസ്ലസ് ട്രയാങ്കിളാണ്. OAB എന്ന് പറഞ്ഞ ട്രയാങ്കിളും ട്രയാങ്കിൾ OAC എന്ന് പറഞ്ഞ ട്രയാങ്കിളും ട്രയാങ്കിൾ OBC എന്ന് വന്നതും എന്താണ്, ആർ ഐസോസ്ലസ്. അപ്പോൾ നമ്മൾ ഇത്ര ആദ്യം തന്നെ എഴുതി വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഓരോന്നും നമ്മൾ ഏതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിളും എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ, ഇത് 20 ഡിഗ്രി വന്നാൽ ഇത് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. അതായത് ആംഗിൾ ഏതാണ്, ആംഗിൾ
ആംഗിൾസ് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. ഒ ബി എ ആണ് തന്നിരിക്കുന്നത്. ഒ ബി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ബി. കണ്ടോ, ഒ ബി എയും ഒ എ ബിയും എത്ര ഡിഗ്രി വീതം വന്നു? 20 ഡിഗ്രി വീതം വന്നു. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണ്, നമുക്ക് ട്രയാങ്കിളിലെ ആംഗിൾസ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഫുള്ള് കിട്ടണം, ഇവിടുത്തെ ഫുള്ള് കിട്ടണം, ഇവിടുത്തെ ഫുള്ള് കിട്ടണം, അതുപോലെ തന്നെ ചെറുതിൻ്റെ 3 എണ്ണവും കിട്ടണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതെടുക്കുക. ഏതാ? രണ്ടാമതായിട്ട് ഈ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ അതിന് വരുമ്പോൾ എങ്ങനെയാണ്? ആംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ അത് രണ്ടും, ഇപ്പോൾ ഇതും 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ദെയർഫോർ ആംഗിൾ, ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് എഴുതാമല്ലോ. ബി എ സി, ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 20 + 30 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇപ്പം നമുക്ക് ആംഗിൾ ബി എ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ എ എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. കാരണം അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ആംഗിൾ എ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ടും വരും. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ഈ ബി എ സിക്ക് പകരം ആംഗിൾ എ ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയാലും പ്രശ്നമില്ല. പിന്നെ ആംഗിൾ ബി എസ് സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടിയത്? നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ബി ഒ സി എന്ന് വന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ബി ഒ സി എന്ന് വന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺസിഡർ ട്രയാങ്കിൾ ബി ഒ സി. അപ്പോൾ ബി ഒ സിക്കകത്ത് എന്താണ്? ബി ഒ സി വന്നു കഴിയുമ്പം ബി ഒ സിക്കകത്ത് ഈ ആംഗിൾ എന്ന് പറയണത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ബി ഒ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തത്. അതിനകത്ത് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് 50 ഡിഗ്രി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്, ആണല്ലോ. അപ്പം അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 100 ഡിഗ്രി വരും. അതായത് അത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2 × 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇത് 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഈ 2 ആംഗിൾസും കിട്ടണം. അപ്പോൾ ആ 2 ആംഗിൾസും കിട്ടാനായിട്ട് നമ്മൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും സെയിം ആണ് അല്ലേ? കാരണം ഐസോസ്ലസ് ട്രയാങ്കിളാണ്. ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈസ് ഈക്വൽ ടു 180 ആണ് ടോട്ടൽ ട്രയാങ്കിളുടെ ആംഗിൾ. അതിനകത്ത് 100 ആണ് മേളത്തെ ആംഗിൾ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പം ഇതിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 180-ൽ നിന്ന് 100 പോയി കഴിഞ്ഞാൽ 80 / 2 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? 40 ഡിഗ്രി ഏതാന്ന്? അപ്പോൾ ഇതും 40 ഡിഗ്രി വന്നു, ഇതും 40 ഡിഗ്രി വന്നു. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടി. ഇപ്പം നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ആംഗിൾസും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പം ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് എല്ലാം ഒന്ന് എടുത്തെഴുതിയാലോ. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ സി എത്രയാണെന്ന് നമുക്ക് എടുത്തെഴുതാം. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ ബി സിയിലെ, ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുമ്പോൾ അകത്തുള്ള ചെറുത്, അതിനകത്ത് ആംഗിൾ ബി ഒ സി എത്രയാണ്, ആംഗിൾ ഒ ബി സി എത്രയാണ്. ഇതിനൊക്കെ ഈ ആംഗിൾസിൻ്റെ പേരെഴുതുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പോൾ ഒ സി ബി എത്രയാണ്, ഇത്ര എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആവും. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു. ആംഗിൾ എ 50 ആണ്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 40 + 20 60 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ സി 40 + 30 70 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 180 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വരുന്നുണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ 3 ആംഗിൾസും എഴുതി. ട്രയാങ്കിൾ ഒ ബി സിയിൽ എഴുതാനായിട്ട് നോക്കുകയാണ്. ട്രയാങ്കിൾ ഒ ബി സിക്കകത്ത് ബി ഒ സി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ബി ഒ സി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഇനി ബാക്കി രണ്ടും ഈക്വലാണ്. എത്ര വീതം വന്നു? 40 ഡിഗ്രിയും ഇതും 40 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫിഗറിൻ്റെ
ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഇത്രയൊക്കെ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് അത് എഴുതി ഒന്ന് മനസ്സിലാക്കിക്കാൻ, അതായത് നമുക്കൊന്ന് മാർക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എഴുതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഫിഗറിലേക്ക് പോകാം. ഫിഗർ 2. അപ്പോൾ ഫിഗർ 2 നമുക്കൊന്ന് നോക്കിയാലോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം നമ്മൾ എന്നാ ചെയ്യുക, ജോയിൻ ഏത് തമ്മിൽ ജോയിൻ ചെയ്യുക, OA ജോയിൻ ചെയ്യുക. അപ്പോൾ OA ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ, അതായത് ഏതൊക്കെ ഈക്വലായിട്ട് കിട്ടും, OA = OB = OC എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, സെയിം സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ഏതൊക്കെയാണ് ഐസോസ്ലസ് ട്രയാങ്കിളായിട്ട് വരുന്നത്, നേരത്തേതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ OBA എടുത്താലും ട്രയാങ്കിൾ OCA എടുത്താലും ട്രയാങ്കിൾ OBC എടുത്താലും എന്തായിരിക്കും, ഐസോസ്ലസ് ട്രയാങ്കിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിൽ ഇവിടെയാണ് 30 ഡിഗ്രി തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഇതും എത്ര ഡിഗ്രി ആയിരിക്കും, ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഐസോസ്ലസ് ട്രയാങ്കിളാണ്. ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതായത് ഈക്വൽ സൈഡ്സിൻ്റെ ബേസ് ആംഗിൾസ് കണ്ടോ, ഇത് ഈക്വലാണ്, ഇത് ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 30 എന്ന് വന്നു. ഇനി നമുക്ക് അപ്പോൾ അതാദ്യം നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തത്, കൺസിഡർ ട്രയാങ്കിൾ OAC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആംഗിൾ OCA = ആംഗിൾ CAO = 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രിയാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ്, ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. അതാണ് അവിടുത്തെ റീസൺ വരുന്നത്. അപ്പം അത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളവിടെ എഴുതി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ഈ ആംഗിളിൽ ഒന്നും നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് OBC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാണ്, കൺസിഡർ ട്രയാങ്കിൾ BOC. അതിനകത്ത് ഇതും ഈ ആംഗിൾ സെയിം ആയിരിക്കും, ഐസോസ്ലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ആംഗിൾ OBC = ആംഗിൾ BCO = 40 ഡിഗ്രി. അപ്പോൾ അത് 40 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഈ ആംഗിൾ കിട്ടിയാലേ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കിട്ടാനായിട്ട് BOC എന്ന് പറഞ്ഞ ആംഗിൾ BOC എന്നാ ചെയ്യണം, 180യിൽ നിന്ന് ഈ 40, ഇത് 40 ആണല്ലോ, അപ്പോൾ 40 + 40 80 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര വരും, 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 100 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ A എത്ര വരും, ആംഗിൾ A = 1/2 ഓഫ് 100 അല്ലേ, അതിൻ്റെ പകുതിയായിരിക്കും. കാരണം അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടായിരിക്കുന്ന ആംഗിളാണ് സെയിം എൻഡ് പോയിൻറ്റ്സിൽ നിന്ന്. അപ്പോൾ അത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ അത് 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 50 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 50 ഡിഗ്രി എന്ന് കിട്ടിയാൽ നമുക്കത് മതി. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടുപിടിക്കാനും പിന്നെ ഈ ചെറിയ ട്രയാങ്കിളിലെ ആംഗിൾസ് കണ്ടുപിടിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ്, ഇതിപ്പോൾ 30 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് 20 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ആംഗിൾ A = 50 ഡിഗ്രി എന്നുള്ളതാണ് നമുക്കവിടെ വേണ്ടിയത്. അപ്പോൾ ആംഗിൾ A 50 ഡിഗ്രി കിട്ടി. ഇനി ആംഗിൾ C നമുക്ക് കിട്ടിയല്ലോ. ആംഗിൾ C എന്ന് പറഞ്ഞാൽ 40 + 30 അല്ലേ, 40 + 30 = 40 ഡിഗ്രി + 30 ഡിഗ്രി = 70 ഡിഗ്രി എന്ന് കിട്ടി. സോ ആംഗിൾ B എത്ര വരും, ആംഗിൾ B = ആംഗിൾ 180യിൽ നിന്ന് എന്ത് ചെയ്യണം, ആംഗിൾ Aയും ആംഗിൾ Cയും കൂടെ കൂട്ടണം. 70 + 50 കൂട്ടിയിട്ട് കുറയ്ക്കണം. അപ്പോൾ എത്ര വരും, 180 - 120 = 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി, അപ്പോൾ ഇത് 20 ഡിഗ്രി ആയിരിക്കും അല്ലേ. അത് നമുക്ക് കിട്ടിയായിരുന്നു. ഇത് 20 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും. അപ്പോൾ 40 + 20 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പം വലിയ ട്രയാങ്കിളിൽ ആംഗിൾ Aയും കിട്ടി, ആംഗിൾ Bയും കിട്ടി, ആംഗിൾ Cയും കിട്ടി. അതുപോലെ തന്നെ അകത്തെ ഏതാണ്, അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം. ട്രയാങ്കിൾ BOC എന്ന് പറഞ്ഞ സ്മോളർ ട്രയാങ്കിളിനകത്ത് ആംഗിൾ OBC = എത്രയാണ്, ആംഗിൾ BCO = എത്രയാണ്, ആംഗിൾ COB = എത്രയാണ്. അപ്പോൾ ആംഗിൾ OBC എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ്
40 ഡിഗ്രി, ആംഗിൾ BCO എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ 40 ഡിഗ്രി ആൻഡ് ആംഗിൾ COB ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ 1ഉം ഫിഗർ 2ഉം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഫിഗർ 3, അതായത് ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി പേജ് നമ്പർ 51-ലെ ആക്ടിവിറ്റി നമ്പർ 2 അത് രണ്ടും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്